ഇന്ന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ വിശദമായി പരിശോധിക്കാം. ആദ്യ വാർത്ത, വയനാട്ടിൽ ആളിക്കത്തി ജനരോഷം. ഇത് ജനങ്ങൾ അറിയണം, ജനപ്രതിനിധികൾ അറിയണം. ഇത് പുൽപ്പള്ളിക്കാരുടെ പ്രതിഷേധമാണ്. ഞങ്ങൾക്ക് ഇതുപോലെ അതിനെ തൂക്കാൻ അറിയാൻ പറ്റില്ല. തരുവൽ നാട്ടിലിറങ്ങുന്ന മൃഗത്തിന് ഇതുപോലെ കെട്ടി തൂക്കാൻ അറിയാൻ പാടില്ല. ഞങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങളുടെ ജീവിതമാർഗ്ഗം അത്. കാട്ടാനയുടെ ആക്രമണത്തിൽ ഇക്കോ ടൂറിസം ജീവനക്കാരൻ പോൾ കൊല്ലപ്പെട്ടതിൽ വയനാട്ടിൽ പ്രതിഷേധമിരമ്പി. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കും പോലീസിനും നേരെ ജനരോഷമുയർന്നു. ജനക്കൂട്ടം അക്രമാസക്തമായതോടെ പോലീസ് 2 തവണ ലാത്തി വീശി. മൃതദേഹം പുൽപ്പള്ളിയിൽ എത്തിച്ചപ്പോഴാണ് സംഘർഷത്തിന് തുടക്കമായത്. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്നും നാളെയും പുൽപ്പള്ളിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. രാവിലെ 6 മണി കുറുവാദ്വീപിലെ താൽക്കാലിക ജീവനക്കാരൻ പോളിന്റെ പോസ്റ്റ്മോർട്ടം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പൂർത്തിയായി. മൃതദേഹം പുറത്തെത്തിച്ചത് മുതൽ തുടങ്ങിയതാണ് പ്രതിഷേധം. ആദ്യം കളക്ടറേറ്റ് മുന്നിൽ മൃതദേഹവുമായി കുത്തിയിരിക്കാനായിരുന്നു നാട്ടുകാരുടെ തീരുമാനം. എന്നാൽ പിന്നീട് നടന്നത് നാടകീയ സംഭവങ്ങൾ. സമയം രാവിലെ 10 മണി. മൃതദേഹം പുൽപ്പള്ളിയിൽ. ജില്ലാ കളക്ടറും CCFും എത്തി ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ നഗരത്തിൽ നിന്ന് മൃതദേഹം മാറ്റാൻ കഴിയൂവെന്ന് നാട്ടുകാർ. ജില്ലാ കളക്ടർ രേണുരാജ്, നോർത്തേൺ സർക്കിൾ ഫോറസ്റ്റ് ചീഫ് കൺസർവേറ്റർ KS ദീപ എന്നിവർ സ്ഥലത്ത്. തുടർന്ന് ജനപ്രതിനിധികളുമായി ചർച്ച. ഇതിനിടയിൽ പുൽപ്പള്ളി 56-ൽ കടുവ പശുവിനെ കൊന്നു. പശുവിൻ്റെ ജഡവുമായി നാട്ടുകാർ നഗരത്തിലേക്ക്. വനം വകുപ്പിൻ്റെ വാഹനം പിടിച്ചെടുത്ത പ്രതിഷേധക്കാർ ടയറിലേക്ക് കാറ്റഴിച്ചു. ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി. വാഹനത്തിന് റീത്തുവെച്ച് കടുവ പാതി തിന്ന പശുവിൻ്റെ ശരീരം ജീപ്പിന് മുകളിൽ കെട്ടിവെച്ച് പ്രദർശിപ്പിച്ചു. പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ ഇങ്ങനെ. ചർച്ച കഴിഞ്ഞ് ആവശ്യങ്ങൾ പരിഗണിച്ചെന്നറിയിക്കാനെത്തിയ MLA-മാർക്ക് നേരെയും ജനരോഷം. ഇതിനിടയിൽ മാധ്യമപ്രവർത്തകർക്കും പരുക്ക്. ഒടുവിൽ 12:45 പോലീസ് ലാത്തി വീശി. പോളിന്റെ മൃതദേഹവും വഹിച്ചുള്ള ആംബുലൻസ് പാക്കത്തെ വീട്ടിലേക്ക്. ഉച്ചയ്ക്ക് 1:45 ഉന്നത ഉദ്യോഗസ്ഥരെത്തി ആവശ്യങ്ങൾ അംഗീകരിച്ചത് രേഖാമൂലം അറിയിച്ചാൽ മാത്രമേ മൃതദേഹം പുറത്തിറക്കൂവെന്ന് കുടുംബം. വീണ്ടും പ്രതിഷേധം. ഒടുവിൽ ADM ദേവകി പാക്കത്തെ വീട്ടിലേക്ക്. സർക്കാർ നൽകിയ ഉറപ്പ് വായിച്ചു കേൾപ്പിക്കുന്നു. നഷ്ടപരിഹാര തുകയായ 5 ലക്ഷം രൂപയിൽ 5 ലക്ഷം രൂപ ഇന്ന് തന്നെ കുടുംബത്തിന് കൈമാറുന്നതും ബാക്കി 5 ലക്ഷം രൂപ തഹസിൽദാരുടെ പക്കൽ നിന്നും അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന അന്നേ ദിവസവും കൈമാറുന്നതാണ്. വീട്ടിലെ പൊതുദർശനം. 4 മണിയോടെ സംസ്കാര ചടങ്ങുകൾക്കായി മൃതദേഹം പുൽപ്പള്ളി സെന്റ് ജോർജ് പള്ളിയിലേക്ക്. വനം വകുപ്പിന്റെ താൽക്കാലിക ജീവനക്കാരൻ പോളിന് കണ്ണീരോടെ വിട. പാക്കത്തെ വീട്ടിൽ ഇനിയുള്ളത് ഓർമ്മകൾ മാത്രം. അച്ഛനും ഭർത്താവും നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിന്റെ അനാഥത്വം. വയനാട്ടിൽ നിന്ന് പ്രജുൽ സുരേഷിനൊപ്പം അരുൺ പാറക്കൽ, 24. പോളിന്റെ മൃതദേഹം സംസ്കരിച്ചു. പുൽപ്പള്ളി സെയിന്റ് ജോർജ് പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. പോളിന്റെ മൃതദേഹം കുടുംബം ഏറ്റെടുത്തത് സർക്കാർ വാഗ്ദാനങ്ങളെല്ലാം ഉത്തരവായി വായിച്ചു കേൾപ്പിച്ചതിന് ശേഷമാണ്. പോളിന്റെ ഭാര്യയ്ക്ക് സർക്കാർ ജോലിയും അടിയന്തര സഹായമായി 10 ലക്ഷം രൂപയും ഉടൻ കൈമാറും. ചികിത്സ വൈകിയെന്ന് ആവർത്തിച്ച് മരിച്ച പോളിന്റെ മകൾ രംഗത്തെത്തി. ചികിത്സ കിട്ടിയിട്ടില്ല എൻ്റെ അച്ഛന്. ചികിത്സ കിട്ടിയെങ്കിൽ എൻ്റെ പപ്പി ഇന്ന് ഈ ഭൂമിയിൽ ഉണ്ടാവുമായിരുന്നു. ഇത് ചികിത്സ ഇനി ആർക്കും ഗതി വരരുത്. എത്രയോ മണിക്കൂർ മുമ്പ് കോഴിക്കോട്ടേക്ക് ആംബുലൻസ് പോകും എന്ന് പറഞ്ഞ് എപ്പോഴാണ് പോയത്? ആളുടെ അവസ്ഥ തീരെ മോശമായ പിന്നെ അവിടെ നിന്ന് കൊണ്ടുപോയത്. ചികിത്സ ലഭിച്ചിട്ടില്ല. ചികിത്സയ്ക്ക് അവിടെ അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ലെങ്കിൽ അവിടെ നിന്ന് അവർ മാറ്റണമായിരുന്നു. അതിനും അവർ തയ്യാറായിട്ടില്ല. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പുൽപ്പള്ളിയിൽ 2 ദിവസത്തെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു.
ഭാരത് ജോഡോ ന്യായയാത്ര നിർത്തിവെച്ച് വയനാട് MP രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് പുറപ്പെട്ടു. വയനാട്ടിലെ വന്യജീവി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ വരുന്നത് കണ്ടെത്താൻ 280 പുതിയ ക്യാമറകൾ കൂടി സ്ഥാപിക്കും. വനം, പോലീസ്, റവന്യൂ തുടങ്ങിയ വകുപ്പുകളുടെ ഏകോപനം ഉറപ്പാക്കാനും യോഗത്തിൽ തീരുമാനമായി. ആവശ്യമുള്ള ഇടങ്ങളിൽ പോലീസ്, വനം വകുപ്പ് ജീവനക്കാരുടെ സാന്നിധ്യം ശക്തിപ്പെടുത്താനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ സുർജിത്ത് അയ്യപ്പത്ത്, രാഹുൽ സുരേഷ്, ഒപ്പം MG പ്രതീഷ് എന്നിവർ തത്സമയം. ആദ്യം സുർജിത്ത് അയ്യപ്പത്തിലേക്ക്. സുർജിത്ത്, വയനാട് ഇന്ന് കണ്ടത് സമീപകാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ലാത്ത തരം വലിയ പ്രതിഷേധം, സമാനതകളില്ലാത്ത പ്രതിഷേധമാണ്. അത് ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷമൊക്കെ നീളുന്നത് നമ്മൾ കണ്ടു. പിന്നീട് ആ പ്രതിഷേധം പതുക്കെ തണുത്തു തുടങ്ങി. ഇപ്പോൾ പുൽപ്പള്ളിയിൽ നിരോധനാജ്ഞയാണ്. നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? ഇതൊരു ചർച്ചയ്ക്ക് ഞങ്ങൾ ഒരുക്കമല്ല, ശാശ്വത പരിഹാരം അതാണ് ആവശ്യം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധമാണല്ലോ നമ്മൾ കണ്ടത്. നിലവിൽ എന്താണ് അവർ വ്യക്തമാക്കുന്നത്? അനുജ, ഇന്ന് രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഹർത്താൽ പ്രഖ്യാപിച്ചത് 3 രാഷ്ട്രീയ പ്രധാനപ്പെട്ട മുന്നണികളാണ്. അതായത് UDF-ഉം LDF-ഉം NDA-യും ഒരുപോലെ ഈ ഒരു നിലപാടിലേക്ക് എത്തുന്നു. വയനാടിൻ്റെ സമീപ ചരിത്രത്തിലൊന്നും ഇങ്ങനത്തെ ഒരു ഹർത്താൽ ഉണ്ടായിട്ടില്ല. എല്ലാവരും ഉന്നയിക്കുന്നത് ഒരു കോമൺ ഫാക്ടറാണ്. അതായത് വന്യമൃഗ ശല്യം, അതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു ഹർത്താലിൻ്റെ വഴിയിലേക്ക് 3 മുന്നണികളും ഒരുപോലെ എത്തിയത്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് പുൽപ്പള്ളിയിലേക്ക് മൃതദേഹം കൊണ്ടുവന്നത്. വിലാപയാത്രയായി മൃതദേഹം എത്തിച്ചു. അതിനുശേഷമാണ് പ്രതിഷേധം തുടങ്ങിയത്. ആദ്യഘട്ടത്തിൽ തീർത്തും സമാധാനപരമായ പ്രതിഷേധമാണ് ഉണ്ടായിരുന്നത്. എന്തായാലും മൃതദേഹം മാറ്റുകയില്ല, അതായത് ഈ വീട്ടുകാർക്ക് സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായ ഒരു തീരുമാനം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധം തുടങ്ങിയത്. അത് പല മേഖലയിൽ നിന്നും, വയനാട് ജില്ലയുടെ പല മേഖലയിൽ നിന്നും ആളുകൾ തമ്പടിക്കുന്ന കേന്ദ്രമായി പുൽപ്പള്ളി മാറി. അത്രയ്ക്കധികം ആളുകളുടെ പങ്കാളിത്തം അവിടെ ഉണ്ടായിരുന്നു. എന്തായാലും അങ്ങനെ പ്രതിഷേധം തുടരുന്ന ഘട്ടത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടം കൃത്യമായ രീതിയിൽ ചർച്ച നടത്തണമെന്നുള്ള ആവശ്യം ഉന്നയിക്കപ്പെടുന്നത്. ഇതേ തുടർന്ന് ADM സ്ഥലത്തെത്തി. ADM-ഉം CCF-ഉം ജനപ്രതിനിധികളും ചേർന്ന് ചർച്ച നടത്തി. ആ ചർച്ചയിൽ ചില ഉപാധികൾ മുന്നോട്ട് വെച്ചു. ആ ഉപാധികൾ മുന്നോട്ട് വെച്ചത് അംഗീകരിക്കാൻ ഈ ഒരു വിഭാഗം പ്രതിഷേധക്കാർ തയ്യാറാകാത്ത ഒരു സാഹചര്യം ഉണ്ടായി. ഇതിനിടയിലാണ് ഒരു ഫോറസ്റ്റ് ജീപ്പ് അവിടേക്ക് വരുന്നത്. ഫോറസ്റ്റ് ജീപ്പ് എന്ന് പറയുമ്പോൾ അത് ഇന്നലെ മുതൽ തന്നെ ഈ മൃതദേഹവുമായി ബന്ധപ്പെട്ട ഇദ്ദേഹത്തിന് പരിക്കേറ്റതിന് ശേഷം ഈ മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നതും അതിനുശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയപ്പോഴും അതിനുശേഷം ഈ മൃതദേഹം വിലാപയാത്രയെ ഇവിടേക്ക് എത്തിക്കുമ്പോഴും എല്ലാം തന്നെ ഈ ഫോറസ്റ്റ് ജീപ്പിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതായത് ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറായിട്ടുള്ള ഷാജിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമായിരുന്നു ഉണ്ടായിരുന്നത്. അവർ എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരുന്നതാണ്. കാരണം വനം വകുപ്പിലെ വാച്ചറായിട്ടുള്ള ആൾ കൂടിയാണ്, താൽക്കാലിക വാച്ചറായിട്ടുള്ള ആൾ കൂടിയാണ് പോൾ എന്നുള്ളത് കൊണ്ടാണ് ഇവർ ഉണ്ടായിരുന്നത്. ഇവരും ഈ നഗരത്തിലേക്ക് എത്തി. അതിനിടയിൽ ആ പോലീസ് ജീപ്പിന് നേരെ ആക്രമണം ഉണ്ടായി. ഇതിനിടയിൽ ആ പോലീസ് ജീപ്പ് ജീവനക്കാർ ഫോറസ്റ്റ് ജീപ്പിന് നേരെ ആക്രമണം ഉണ്ടായി. ആ ഫോറസ്റ്റ് ജീപ്പിന് മുകളിലേക്ക് ഒരു കടുവ പിടിച്ച കന്നുകാലിയുടെ ജഡം കൊണ്ടുവന്ന് ഇടുന്ന നിലയിലേക്ക് അത്തരം ഒരു അക്രമോത്സുക സ്വഭാവത്തിലേക്ക് സമരം മാറി. എന്തായാലും ആ സമരത്തിന്റെ ഒടുവിൽ ജനപ്രതിനിധികളെ പോലും പരിഹസിക്കുന്ന രീതിയിലേക്ക് ഒരു ആൾക്കൂട്ടം മാറി. ഇതെല്ലാം തന്നെ ആസൂത്രിതം, ബോധപൂർവമായ ഇടപെടൽ ഇതിന്റെ പിറകിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ള ആരോപണം ജനപ്രതിനിധികൾ തന്നെ ഉന്നയിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി. ഇതാണ് ഇന്നത്തെ ഒരു പ്രതിഷേധവുമായി ബന്ധപ്പെട്ട ഒരു പൊതുചിത്രം. ഉച്ചയ്ക്ക് ശേഷം നില ശാന്തമാവുകയും ചെയ്തു. അനുജ, അതെ, അതാണിപ്പോൾ ശാന്തമായൊരു അന്തരീക്ഷമാണ് പുൽപ്പള്ളിയിൽ നിലവിലുള്ളത് എന്നതാണ് സുർജിത്ത് അയ്യപ്പത്ത് നൽകിയ വിവരം. രാഹുൽ സുരേഷിലേക്ക്. രാഹുൽ, പോളിന്റെ മൃതദേഹം ഏറ്റെടുക്കാതെയുള്ള പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടു. അതിനുശേഷം ഉത്തരവ് വായിച്ച് കേൾപ്പിക്കാൻ ADM അവരുടെ വസതിയിലേക്ക് എത്തുന്നു. അവിടെയും അവർക്ക് പ്രതിഷേധമുണ്ടായി. പറഞ്ഞ തുകയിലുള്ള അഭിപ്രായ വ്യത്യാസം. പിന്നീട് അവർ ആവശ്യപ്പെട്ട 10 ലക്ഷം എന്നുള്ളത് അടിയന്തരമായി നൽകാമെന്ന് തീരുമാനിക്കുന്നു. തുടർന്ന് മൃതദേഹം അവർ ഏറ്റുവാങ്ങുന്നു. ഏതായാലും വലിയ പ്രതിഷേധത്തിന് വീണ്ടും അദ്ദേഹത്തിന്റെ വസതി അടക്കം സാക്ഷ്യം വഹിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. വിവരങ്ങൾ. അനുജ, പുൽപ്പള്ളി നഗരത്തിലെ പ്രതിഷേധങ്ങൾക്ക് ശേഷം 2 മണിയോടുകൂടിയാണ് പോളിന്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ മൃതദേഹം ഏറ്റുവാങ്ങാൻ കുടുംബാംഗങ്ങൾ തയ്യാറായില്ല. ജില്ലാ ഭരണകൂടം നൽകിയ ഉറപ്പുകൾ സർക്കാർ ഉദ്യോഗസ്ഥൻ സംഭവസ്ഥലത്തെത്തി കുടുംബാംഗങ്ങൾക്ക് മുന്നിൽ വായിക്കണം എന്നതായിരുന്നു കുടുംബാംഗങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യം. ഇതേ തുടർന്ന് 2 മണിക്കൂറോളം സമയം ഈ പോളിന്റെ മൃതദേഹം ആംബുലൻസിൽ തന്നെ വെക്കേണ്ട ഒരു സാഹചര്യം വന്നു. അതിനൊടുവിൽ ADM സ്ഥലത്തെത്തിയാണ് ഓരോ ഉറപ്പുകളും വായിച്ച് കേൾപ്പിച്ചത്. അതായത് 50
ലക്ഷം രൂപ നഷ്ടപരിഹാരം, അതിൽ 10 ലക്ഷം രൂപ ഉടൻ കൈമാറും. മകളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് ആവശ്യമായ സഹായം, ഒപ്പം തന്നെ ഭാര്യയുടെ സർക്കാർ ജോലി, ഈ ആവശ്യങ്ങളെല്ലാം തന്നെ ADM സംഭവ സ്ഥലത്തെത്തിയ ശേഷം വായിച്ചു കേൾപ്പിച്ചു. ഇതിനൊടുവിൽ മാത്രമാണ് മൃതദേഹം ഏറ്റുവാങ്ങാൻ കുടുംബാംഗങ്ങൾ തയ്യാറായത്. അതിനുശേഷം 1 മണിക്കൂറോളം പൊതുദർശനം ഈ വീട്ടിലുണ്ടായിരുന്നു. പിന്നാലെ 4 മണിയോടെയാണ് പൊതുദർശന ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം വിലാപയാത്രയായി പോളിന്റെ മൃതദേഹം പുൽപ്പള്ളിയിലെ സെന്റ് ജോർജ് പള്ളിയിലേക്ക് എത്തിച്ചത്. സെന്റ് ജോർജ് പള്ളിയിൽ ഏതാണ്ട് 15 മിനിറ്റ് നീണ്ട ശുശ്രൂഷകൾക്കൊടുവിൽ 5 മണിയോടുകൂടിയാണ് ഇവിടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിട്ടുള്ളത്. പോളിന്റെ ഭാര്യ, മകൾ, കുടുംബാംഗങ്ങൾ, നാട്ടുകാർ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളാണ് അന്ത്യയാത്രയ്ക്കായി പോളിന് അന്ത്യയാത്ര നൽകാനായി ഈ പള്ളിയിലേക്ക് ഒഴുകിയെത്തിയത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ പോളിന്റെ മകൾ പറയുന്ന ഒരു കാര്യമാണ്. അതായത് ചികിത്സാ പിഴവ് ഉണ്ടായി എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഇതിൽ ആരോഗ്യമന്ത്രിയും ഇടപെട്ടിട്ടുണ്ട്. കൃത്യമായ അന്വേഷണം നടത്തുമെന്നാണ് ആരോഗ്യമന്ത്രിയും ഒപ്പം തന്നെ വനം വകുപ്പ് മന്ത്രിയും അറിയിച്ചത്. ഗുരുതരമായ ആരോപണമാണ് മകൾ ഇന്നലെ മുതൽ ആരോപിക്കുന്നത്. ആ ആരോപണം അവർ ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ അതിൽ സർക്കാരിന്റെ നിലപാട് മറ്റൊന്നാണ്. പക്ഷേ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾക്ക് കൂടി നമ്മൾക്ക് കാത്തിരിക്കേണ്ടതുണ്ട്. MT പ്രതീഷിലേക്ക് കൂടി വളരെ വേഗം. പ്രതീഷ്, ഇന്നിപ്പോൾ സർക്കാരിന്റെയും ഒരു അടിയന്തര ഇടപെടലുണ്ടായി. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഉന്നതതല യോഗം ചേർന്നത്. ഈ നിലവിലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം എന്ന തരത്തിലേക്ക് എന്തൊക്കെ നിർദ്ദേശങ്ങൾ യോഗത്തിലുണ്ടായി, അതൊക്കെ എപ്പോൾ നടപ്പാക്കുക എന്നുള്ളത് കൂടിയാണ് തീരുമാനം. അനുജ, വയനാട് വന്യജീവി ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് ഇത് 2ാം തവണയാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേരുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ചേർന്ന ഉന്നതതല യോഗത്തിലെടുത്ത പ്രധാനപ്പെട്ട തീരുമാനം ഈ വന്യജീവികൾ ജനവാസ മേഖലകളിലേക്ക് കടക്കുന്നുണ്ടോ എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ 250 ക്യാമറകൾ കൂടി വിവിധ മേഖലകളിൽ സ്ഥാപിക്കാൻ തീരുമാനമായിട്ടുണ്ട്. ഒപ്പം വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോട് കൂടി കൂടുതൽ പ്രതിരോധം ശക്തിപ്പെടുത്താനാണ് തീരുമാനം. തദ്ദേശ വകുപ്പിന്റെയും വനം വകുപ്പിന്റെയും റവന്യൂ വകുപ്പിന്റെയും ഏകോപനം ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കും. മാത്രമല്ല, ഈ ആക്രമണ സ്വഭാവമുള്ള മേഖലകളിൽ കൂടുതൽ പോലീസുകാരെയും വനം വകുപ്പ് ജീവനക്കാരെയും വിനിയോഗിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തുന്നതിനും ഏതെങ്കിലും തരത്തിൽ അപകട സാഹചര്യമുണ്ടെങ്കിൽ അത് മൈക്കിലൂടെ അനൗൺസ് ചെയ്യുന്നതിനും പോലീസിനും ലോക്കൽ പോലീസിനടക്കം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് നേരത്തെ തന്നെ പുറത്തു വന്ന കാര്യമാണ്. കാരണം 3 മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം വയനാട്ടിൽ ചേരാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ന് ചേർന്ന യോഗത്തിലും ഇക്കാര്യം മുഖ്യമന്ത്രി ആവർത്തിച്ചിട്ടുണ്ട്. വനം വകുപ്പിന്റെയും തദ്ദേശ വകുപ്പിന്റെയും റവന്യൂ വകുപ്പിന്റെയും 3 മന്ത്രിമാരായിരിക്കും വയനാട് കളക്ടറേറ്റിൽ യോഗം ചേർന്ന തുടർ നടപടികൾ ഇനി അവലോകനം ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുക. അനുജ, വയനാട്ടിൽ രാവിലെ മുതലുണ്ടായ പ്രതിഷേധം, പിന്നീട് ഇപ്പോഴത്തെ അവസ്ഥ എന്ത്, ഒപ്പം തന്നെ മൃതദേഹം സംസ്കരിച്ചു, അതിനായി മുന്നോട്ട് വെച്ച ഉപാധികൾ അതെങ്ങനെ സർക്കാർ അംഗീകരിച്ചു, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല യോഗത്തിലുണ്ടായ തീരുമാനങ്ങൾ, ഇതിന്റെ എല്ലാം വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധികൾ നൽകിയത്. ഇനി ഇന്ന് സംഭവിച്ച മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. കർണാടക ഹൈക്കോടതി വിധി പുറത്ത്. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിനെതിരായ കർണാടക ഹൈക്കോടതി വിധിയുടെ പകർപ്പ് പുറത്ത്. SFIOയുടെ അന്വേഷണം നിയമപരമാണെന്ന് ജസ്റ്റിസ് M നാഗപ്രസന്നയുടെ വിധിയിൽ പറയുന്നു. അന്വേഷണം റദ്ദാക്കാൻ എക്സാലോജിക് കോടതിയിൽ ഉന്നയിച്ച കാര്യങ്ങൾ നിലനിൽക്കില്ലെന്നും കോടതിയുടെ കണ്ടെത്തൽ. SFIOയുടെ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള എക്സാലോജിക്കിന്റെ ഹർജി കർണാടക ഹൈക്കോടതി ഇന്നലെയാണ് തള്ളിയത്. 46 പേജുള്ള വിധിയുടെ പൂർണ്ണരൂപം ഇന്ന് പുറത്തുവന്നു. SFIOയുടെ അന്വേഷണം നിയമപരമാണെന്നും കേന്ദ്ര ഏജൻസിയെ അന്വേഷണം ഏൽപ്പിച്ചതിൽ തെറ്റില്ലെന്നും വിധിയിൽ പറയുന്നു. പ്രാഥമിക അന്വേഷണമാണ് നടക്കുന്നത്. അന്വേഷണം റദ്ദാക്കാൻ എക്സാലോജിക്ക് ഉന്നയിച്ച കാര്യങ്ങൾ നിലനിൽക്കില്ലെന്നും കോടതി നിരീക്ഷിച്ചു. നിലവിലെ സാഹചര്യത്തിൽ അന്വേഷണം റദ്ദാക്കാനോ സ്റ്റേ ചെയ്യാനോ കഴിയില്ലെന്നും ജസ്റ്റിസ് M നാഗപ്രസന്നയുടെ വിധിയിൽ പറയുന്നു. ഒരേ കേസിൽ 2 അന്വേഷണം നടക്കുന്നതിലെ നിയമവിരുദ്ധതയാണ് എക്സാലോജിക്ക് പ്രധാനമായും കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ കമ്പനി നിയമത്തിലെ 210-ാം നിയമപ്രകാരം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തിയ അന്വേഷണം പൂർത്തിയായതാണെന്നും തുടർന്നാണ് 212-ാം വകുപ്പ് പ്രകാരം കേസ് ഏറ്റെടുത്തതെന്നും അന്വേഷണ ഏജൻസി കോടതിയെ അറിയിച്ചു. ഇത് പരിഗണിച്ച കോടതി അന്വേഷണം SFIO ഏറ്റെടുക്കുന്നതിൽ തെറ്റില്ലെന്നും നിരീക്ഷിച്ചു. വിധിക്കെതിരെ മേൽക്കോടതിയെ സമീപിക്കാനുള്ള നടപടികളുമായാണ് എക്സാലോജിക് മുന്നോട്ട് പോകുന്നത്. നിബന്ധനകളില്ലാതെ സ്വതന്ത്ര അന്വേഷണത്തിന് കോടതി ഉത്തരവിട്ട സാഹചര്യത്തിൽ വീണയിലേക്കും എക്സാലോജിക്കിലേക്കും വേഗത്തിലെത്താനാണ് SFIO ശ്രമിക്കുന്നത്. 24 ബംഗളൂരു. വിശദാംശങ്ങളുമായി മനേഷ് മൂർത്തി തത്സമയം. മനേഷ്, ഇനിയിപ്പോൾ SFIOയ്ക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകുന്നു. കോടതി ഉത്തരവിന്റെ പിൻബലത്തോടെ അവർക്ക് അടുത്ത നടപടികളിലേക്ക് കടക്കാം. ആ നടപടികൾ എന്ത് എന്നുള്ളതല്ലേ ഇനി ഏറെ നിർണായകമാവുക?
അനുജ, ഇന്നലെ വിധി വന്നപ്പോൾ തന്നെ വളരെ വേഗത്തിൽ ഇനി എക്സാലോജിക്കിലേക്ക് എത്തുക എന്നത് തന്നെയായിരുന്നു SFIയുടെ ഒരു വലിയ ശ്രമമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതാണ് ഇനി അടുത്ത തീരുമാനം. കാരണം തിങ്കളാഴ്ച കേസ് പരിഗണിച്ചപ്പോൾ ആ ഒരു കടുത്ത നടപടികളിലേക്ക് പോകേണ്ടതില്ല എന്നൊരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ വിധി പുറത്തു വരുമ്പോൾ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളോ അത്തരത്തിലുള്ള തടസ്സങ്ങളോ ഒന്നും തന്നെ SFIയെ സംബന്ധിച്ചില്ല. പൂർണ്ണമായ അധികാരത്തോടു കൂടി, പൂർണ്ണമായ സ്വാതന്ത്ര്യത്തോടു കൂടി ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവുമായി മുൻപോട്ട് കൊണ്ടുപോകാമെന്നുള്ളതാണ് എന്തായാലും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള വിധിയിൽ പറയുന്നത്. അപ്പോൾ ഇനി വളരെ വേഗത്തിൽ തന്നെയായിരിക്കും SFIയുടെ നീക്കങ്ങൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീണ വിജയന് നേരത്തെ തന്നെ നോട്ടീസ് നൽകിയ ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ ഇനി ആ രീതിയിൽ തന്നെയായിരിക്കും കാര്യങ്ങൾ. KSIDCയിലും അതുപോലെ തന്നെ CMRലും ഒക്കെ പരിശോധനകൾ നേരത്തെ തന്നെ പൂർത്തീകരിച്ചതുമാണ്. പ്രാഥമിക അന്വേഷണത്തിൽ വലിയ ക്രമക്കേടുകൾ ഇതുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയിട്ടുണ്ട് എന്നും SFI കോടതിയെ അറിയിക്കുകയും ചെയ്തതാണ്. അപ്പോൾ ഇനി തുടർ നടപടികളിൽ യാതൊരു തടസ്സങ്ങളും എന്തായാലും കോടതിയുടെ ഭാഗത്തു നിന്നില്ല. അപ്പോൾ ഇനി എക്സാലോജിക്കിലേക്ക്, വീണ വിജയനിലേക്ക് തന്നെയാണ് വളരെ വേഗത്തിൽ SFI കടക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിധിയുടെ പൂർണ്ണരൂപം ഇന്ന് പുറത്തു വന്നപ്പോൾ പ്രധാനമായും അതിനകത്തുള്ളത് നിയമപരം തന്നെയാണ്. SFIയെ ഈ പറഞ്ഞ അന്വേഷണം ഏൽപ്പിച്ചതിൽ യാതൊരു വിധത്തിലുള്ള നിയമപരമായ വീണ വിജയൻ ഒരുപക്ഷെ ഡിവിഷൻ ബെഞ്ചിലേക്ക് അപ്പീൽ പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ പോലും അത് നിലനിൽക്കുമോ, അവരുടെ ഹർജി അംഗീകരിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നതിലൊക്കെ സംശയമുണ്ട്. ഇന്നത്തെ മറ്റൊരു വാർത്ത, മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കമൽനാഥ് ഡൽഹിയിലെത്തി. BJP പ്രവേശനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കാണ് എത്തുന്നതെന്നാണ് സൂചന. 12 കോൺഗ്രസ് MLA-മാർ കമൽനാഥിനൊപ്പമുണ്ടെന്നാണ് റിപ്പോർട്ട്. കമൽനാഥിന് എല്ലാം നൽകിയിട്ടുണ്ടെന്നും ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ പാർട്ടിയുമായി കമൽനാഥിന് ബന്ധമുണ്ടെന്നും കോൺഗ്രസ് പ്രതികരിച്ചു. BJP-യിലേക്കെന്ന റിപ്പോർട്ട് നിഷേധിക്കാതെ കമൽനാഥ് രംഗത്തെത്തി. बात होगी सबसे पहले मैं आप लोगों को ही कहूंगा, मैं तो कह रहा हूँ, इनकार की बात नहीं है, ये आप लोग कह रहे हैं, आप लोग एक्साइट हो रहे हैं. मैंने कहा मैं तो एक्साइट नहीं हूँ इस तरफ या उस तरफ, पर बात यह है कि अगर ऐसी कोई बात होगी मैं आप सबको सबसे पहले खबर करूंगा. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, നേരത്തെ തന്നെ സൂചനകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ കമൽനാഥ് അത് നിഷേധിക്കാതെയുള്ള പ്രതികരണം, പക്ഷേ അദ്ദേഹത്തിന്റെ ബയോയിൽ നിന്ന് കോൺഗ്രസ് എന്നൊക്കെയുള്ളത് എടുത്തു മാറ്റിയിട്ടുണ്ട് എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ്. ഏതായാലും അടുത്ത ദിവസങ്ങളിൽ ഒരുപക്ഷെ തിങ്കളാഴ്ചയൊക്കെ BJP പ്രവേശം എന്ന വാർത്ത കേൾക്കേണ്ടി വരുമോ? അനുജ, 48 മണിക്കൂറിനകം 3 കോൺഗ്രസ് നേതാക്കൾ BJP-യിൽ എത്തും എന്നാണ് BJP കേന്ദ്രങ്ങൾ അറിയിക്കുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസമാണ് VD ശർമ്മ, BJP-യുടെ മധ്യപ്രദേശ് അധ്യക്ഷൻ VD ശർമ്മ അസ്വസ്ഥരായ കോൺഗ്രസുകാർക്ക് വേണ്ടി BJP-യുടെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് എന്ന് പ്രസ്താവന നടത്തിയത്. ഇതിന് പിന്നാലെയാണ് കമൽനാഥിന്റെ ഡൽഹി സന്ദർശനം. ഡൽഹിയിലെത്തിയ അദ്ദേഹം മാധ്യമപ്രവർത്തകർ ഈ BJP-യിലേക്ക് ചേരുമോ എന്ന ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പ്രതികരിച്ചത് ആശ്ചര്യപ്പെടേണ്ടതില്ല എന്നും അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ താൻ തന്നെ അത് ആദ്യം മാധ്യമങ്ങളെ അറിയിക്കും എന്നുള്ളതുമാണ്. അതായത് ഇത്തരത്തിലൊരു ചോദ്യത്തിൽ പോലും അത് നിഷേധിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. കമൽനാഥ് ഡൽഹിയിൽ എത്തിയതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ മകൻ നകുൽനാഥ് തന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലെ ബയോയിൽ നിന്നും കോൺഗ്രസ് എന്ന അത് ഒഴിവാക്കിയിരിക്കുന്നു. ഇത് ശ്രദ്ധേയമായൊരു നീക്കമാണ്. നേരത്തെ മധ്യപ്രദേശിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവായ ജ്യോതിരാദിത്യ സിന്ധ്യ തൻ്റെ ബയോയിൽ നിന്നും കോൺഗ്രസ് എന്ന് മാറ്റി മണിക്കൂറുകൾക്കകമാണ് BJP അംഗത്വം സ്വീകരിച്ചത്. സമാനമായ ഒരു നീക്കം കമൽനാഥിൻ്റെയും മകൻ്റെയും ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഈ 12 MLA-മാർ, മധ്യപ്രദേശിലെ കോൺഗ്രസ് MLA-മാർ അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണയുമായി രംഗത്തുണ്ട് എന്നുള്ളതുമാണ് പുറത്തുവരുന്ന വിവരം. എന്നാൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഇതുവരെ ഈ അഭ്യൂഹങ്ങൾ വന്നതിന് ശേഷവും കമൽനാഥുമായി ചർച്ച നടത്താനും ശ്രമിച്ചിട്ടില്ല എന്നുമാണ് പുറത്തുവരുന്ന വിവരം. കമൽനാഥിനെ ഒപ്പം നിർത്താനുള്ള ഒരു ശ്രമവും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല എന്നുള്ളതാണ് ബൽറാം നെടുങ്ങാടി സൂചിപ്പിച്ചത്. ഇന്ന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.